ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല ചൂട് സമയത്തും നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര നമുക്ക് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം പഞ്ചസാര എല്ലാം പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓറഞ്ചാണ്. ഇത് ഞാനൊരു 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത, ഇത്തിരി കൂടെ പഴുക്കാനുണ്ട്, എന്നാലും അത്യാവശ്യം പഴുത്ത ഓറഞ്ച് വേണം എടുക്കാൻ. അപ്പം ഞാൻ ഇതിനെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ഓറഞ്ചെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ കുരു കളയാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് കുരുവിനെ ഇങ്ങനെ ഒന്ന് മാറ്റിക്കെടുത്താൽ മതിയാകും. അല്ലാതെ നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ കുരു എടുത്ത് കളയാൻ ഇത്തിരി പാടാണ്. അതിനേക്കാൾ നല്ലത് ഈ ഒരു രീതിയിൽ ചെയ്താൽ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഓറഞ്ചിൻ്റെ അല്ലികളൊന്നും കേടാവാതെ നമുക്ക് കുരുവൊക്കെ ഒന്ന് ഇളക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഒരുപാട് നല്ല നല്ല കൂട്ടുകാരുടെ നല്ല നല്ല കമൻറ്റുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ ഏകദേശം എല്ലാത്തിൻ്റെയും കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിനൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് കൊടുത്തിരിക്കുന്ന ഓറഞ്ച് ഇട്ട് കൊടുക്കാം. ഓറഞ്ച് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓറഞ്ചിനകത്തിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് അരിച്ചു കൊടുക്കാം. അതിൻ്റെ ചെറിയ കൊത്തും അതിൻ്റെ ഒരു നാരുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി കളയണം. അതിനായിട്ട് ഓറഞ്ചെല്ലാം ഞാനൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഈ ചെറിയ രീതിയിൽ ഈ ഒരു കഷ്ണത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെയും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം പൈനാപ്പിൾ ഇട്ടപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പം പൈനാപ്പിൾ അരയ്ക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം പൈനാപ്പിളും അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് അരിച്ചെടുക്കാം. ചൂടും നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ദാഹവും തളർച്ചയും ക്ഷീണമൊക്കെ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു ജ്യൂസുകളൊക്കെ തയ്യാറാക്കി കുടിച്ചാൽ നല്ലതാണ് ശരീരത്തിന്. ഇപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പം നമ്മുടെ ജ്യൂസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പം കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. അതിന് ശേഷം ഒന്ന് കലക്കിയതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ജ്യൂസെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് കട്ട ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോമ്പ് സമയമായതുകൊണ്ട് എല്ലാ വീടുകളിലും ഫ്രൂട്ട്സൊക്കെ ധാരാളം ഉണ്ടാകും. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ജ്യൂസും കൂടെ ഒന്ന് തയ്യാറാക്കി കുടിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. ഇനി നമുക്കതിനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 2 ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു കളറില്ലേ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ 2 ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടേസ്റ്റിനും ഭംഗിക്കും എല്ലാത്തിനും കൂടി ഞാൻ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. മുകളിൽ വൈറ്റ് കളറും താഴോട്ട് യെല്ലോ കളറും ഒക്കെ ആകുമ്പോൾ നല്ല രസമില്ലേ. ഇനി അതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് അല്ലയോ. അപ്പോൾ അങ്ങനെ ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.